അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലോ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ ഒരു വചനം കണ്ടല്ലേ? ഇന്നലെ എന്ത് വചനം കണ്ടേ? സഭാപ്രസംഗി 7:29. അതൊന്ന് വായിച്ചേ. ഇന്നലെ വായിച്ചത് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പൊ ഈ സങ്കീർണത ഉണ്ടാക്കണില്ലേ ജീവിതത്തിൽ വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു. അതിന് സങ്കീർണത ഉണ്ടാക്കിയത് ആരാണ്? ദൈവമല്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കിച്ചായിരിക്കും. ജീവിതം സങ്കീർണമാകുന്നതിനോട് ദൈവം ഒരു വിമുഖതയുള്ള ആളാണ്. ജീവിതമേ, കാര്യം ജീവിതം ബേസിക്കായിട്ട് സങ്കീർണമല്ല, അത് ലളിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളാണ് നമ്മുടെ ജീവിതത്തിന് സങ്കീർണമാക്കിയെന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിൻ്റെ അല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്തു. അത് പറയല്ല, എൻ്റെതല്ലാത്ത പദ്ധതികൾ നിരൂപിച്ചവർക്ക് ദുരിതമെന്ന്. എടുത്തേ യെശയ്യാ 30:1 കർത്താവ് അരുളി ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി. അതാണ് ജീവിതത്തെ സങ്കീർണമാക്കണം എന്ന് പറയുന്നത്. പാപം കുന്നുകൂട്ടി എന്ന് പറയുമ്പോൾ പാപം കുന്നുകൂട്ടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഓർക്കുക, അത് ദൈവത്തിൻ്റെ അല്ലെന്ന്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോരെ? വിവേചനമായിട്ട് പരിശുദ്ധാത്മാവ് ദാനം വേണോ? പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഈ ദുരിതം ഉണ്ടാക്കുകയും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് പാപങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ആ പദ്ധതി നമ്മളുണ്ടാക്കിയതാണ്. അത് സഭാപ്രസംഗം 7:29 പറയുന്ന പോലെ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടി കൊണ്ടാണ് ഈ പാപം കുന്നുകൂടിയതും ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഒരു ബന്ധം, അത് വിവാഹബന്ധമായാലും മനസ്സമ്മതമായാലും നിനക്കിഷ്ടപ്പെട്ടാൽ നല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തിൽ നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, കുറേയൊക്കെ നമ്മൾ പലവട്ടം പ്രാർത്ഥിക്കേണ്ടി വരും. അതിൻ്റെ ഓരോ വിശദാംശം കിട്ടാൻ വേണ്ടിയേ, വിശദാംശം കിട്ടാൻ വേണ്ടി പെറ്റ് സ്കാനിങ് ഉണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജനറൽ മെസ്സേജ് കിട്ടും, ഡീറ്റെയിൽ കിട്ടത്തില്ല. അപ്പോൾ പെറ്റ് സ്കാനിങ് പോലെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ആ വിഷയം പ്രാർത്ഥിച്ച് പോകണം. അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതൊക്കെ അന്വേഷിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. സ്റ്റിക്ക് ഓൺ ചെയ്താലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവപദ്ധതി അറിയാത്ത അന്ധന്മാരായിട്ട് മാറും. അപ്പം അതെന്താ വിഷയം? അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഒരു വിഷയം വന്ന് ഞാൻ ചെയ്യണത്, ഇപ്പോൾ എനിക്കൊരു വിഷയം വന്നു, എനിക്കത് ഗെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ ദിവ്യകുർബാനയെടുത്തിരിക്കും. എന്തിനാ അങ്ങനെ ഇരിക്കണത്? നമുക്കറിയാം
അത് ആ ഇരിപ്പിന് കുറേ വചനങ്ങളുണ്ട്. കാര്യം നിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ എവിടെ പോകും? പത്രോസ് ചോദിക്കണില്ലേ, നീ അല്ലാതെ ഞങ്ങൾ എവിടെ പോകും? പത്രോസിന്റെ വല്ലാത്ത ചോദ്യങ്ങൾ ഒരെണ്ണമാണത്. അടുത്ത ആ വചനം എടുത്തേ. യോഹന്നാൻ 6:68. 6:68. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ നിന്റെ പക്കൽ നിന്ന് വരുന്ന വചനങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പം ടെമ്പററി സൊല്യൂഷൻ അല്ല അതിൻ്റെ അകത്ത് ഉള്ളത്, ഒരു പെർപ്പച്വൽ സൊല്യൂഷനാണ് വരാൻ പോണത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകുന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി, എല്ലാത്തിൻ്റെയും താക്കോലാണത്. നീ എപ്പോൾ നോക്കിയാലും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകണം. കുർബാന ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആൾക്കാരോട് പറഞ്ഞു, ഞങ്ങൾ കുർബാന കഴിഞ്ഞു, കുറച്ച് നേരം കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഭയങ്കരമായൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 6:68 എൻ്റെ അർത്ഥം. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിത്യജീവൻ്റെ വചനങ്ങൾ ദൈവം നിനക്ക് മാത്രം തന്നിരിക്കുന്നത്. അത് ദിവ്യകുർബാനയുടെ വലിയ ടോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് വരണത്. പിതാക്കന്മാർ മരുഭവിച്ചു, മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ഭക്ഷിക്കുന്നതിലും ഞാൻ അവനിൽ വസിക്കുന്നു, സജീവനായ പിതാവിനെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്നു പറയുമ്പോൾ യഹൂദന്മാർ ശ്രോതാക്കൾ പറയും, ഈ വചനം കഠിനമാണ്, ആർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും? അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ പോയി. അവരെ പിന്നെ ഒരിക്കലും കർത്താവിനോട് നടന്നിട്ടില്ല എന്ന് വചനം പറഞ്ഞിട്ട് പറയും. ഈശോ ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയുന്ന വാക്കാണ് 6:68. യോഹന്നാൻ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലോ. അതായത് നമ്മൾ ദിവ്യകുർബാന മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഒരു വചനമാണ് അവിടെ ഉള്ളത്. എന്താണ്? എന്തുകൊണ്ടാണ് നീ കുർബാന കഴിഞ്ഞിട്ടും വിട്ടുപോകാതെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണത്? അതിൻ്റെ വചനം 6:68. എന്താണ്? ഈ ഒരു പ്രതിസന്ധിയിൽ സന്ദേശം കിട്ടണില്ല, തീരുമാനമെടുക്കാൻ പറ്റണില്ല, എന്തിനൊന്നും അറിയത്തില്ല, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ കൂടെയാണല്ലോ. അപ്പം ദിവ്യകുർബാന ഈ വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ പല ദിവസം ഇരിക്കുമ്പോൾ കർത്താവ് മനസ്സിലാകും, ഇവനോട് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ പോകത്തില്ല, ഇവന് സീരിയസ് ആണെന്ന് മനസ്സിലാകും, ഇവള് സീരിയസ് ആണെന്ന് മനസ്സിലാകും. അങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ കൂടി ഈ സഹവാസം നമ്മളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനി ലിജു, എൻ്റെ സ്ഥലം കണ്ണൂരാണ്. എൻ്റെ ഹസ്ബൻഡ് ലിജു, മകൾ അലിഷ ലിജു. 2024 ജൂലൈ 24-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യം പറയലാണ്. ആദ്യത്തെ സാക്ഷ്യം കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇതേ മാർച്ചിലും എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ മാർച്ചിൽ എനിക്ക് PCOD അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉടമ്പടി ധ്യാനത്തിലൂടെ സൗഖ്യപ്പെട്ട കാര്യമായിരുന്നു സാക്ഷ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അമ്മ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നു. ഇനി എനിക്ക് ജൂലൈയിൽ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 2ാമതൊരു കുഞ്ഞിനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജൂലൈ ആയപ്പോഴേക്കും ഞാൻ 2ാമതൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റായി. പക്ഷേ എപ്പോഴും നമ്മുടെ ഹിതമല്ലല്ലോ, ദൈവഹിതമല്ലേ നിറവേറേണ്ടത്. എപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ വാശിയൊന്നുമല്ല, നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മളിൽ എപ്പോഴും നിറവേറേണ്ടത്. 5ാം മാസം ആയപ്പോഴേക്കും നോർമൽ ഡെലിവറിയിൽ കുഞ്ഞ് ജനിച്ചു. പക്ഷേ ആ കുഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ സാക്ഷ്യമായിട്ട് പറയുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്തു. എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പം ഒന്ന് സ്കാൻ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് യൂട്രസിൽ മിനിമൽ പ്രൊഡക്ട്സ് ബാക്കിയുണ്ട്, അത് ഫുള്ളായിട്ട് റിമൂവായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത്. അങ്ങനെ ഡോക്ടർ എനിക്ക് DNC സജസ്റ്റ് ചെയ്തു തന്നു.
അങ്ങനെ ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ DNCക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ കാര്യം, ദൈവം ഒരുക്കിയ ഡോക്ടറുടെ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഡോക്ടറിൻ്റെ മകൾക്ക് ഒരു കാര്യം വന്ന് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് ആ ഡോക്ടർ എന്നെ നോക്കിയത്. ദൈവത്തിന് വലിയൊരു അമ്മ മാതാവ് ഒരുക്കിയതാണ് ആ ഡോക്ടറെ ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടറുടെ മകളെ എങ്ങനെയാണോ കയറുന്നത്, കാരണം എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. പെട്ടെന്ന് എനിക്ക് BP-യുടെ അസുഖമൊന്നുമില്ല, പക്ഷേ ടെൻഷൻ അടിച്ച് BP ഒക്കെ കൂടുന്ന അങ്ങനെയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആ ഡോക്ടർ ഒരുപാട് എന്നെ നന്നായിട്ട് കെയർ ചെയ്തു. അങ്ങനെ DNCക്ക് വേണ്ടിയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് BP കുറയുന്നില്ല. എന്നെ ഡെലിവറി വാർഡിൽ കിടത്തിയിരിക്കുകയാണ്, BP കുറയുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ BP കുറയാതിരുന്ന് കഴിഞ്ഞാൽ നാളെ നമുക്ക് DNC ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് BP-യുടെ അസുഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടെൻഷൻ കാരണം BP കുറയുന്നില്ല. കുറേ നേരം അവർ ചെക്ക് ചെയ്തു. അവസാനം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ BP ഇപ്പോൾ കുറഞ്ഞാൽ ദൈവമഹത്വം, ദൈവത്തെക്കുറിച്ച് ഞാനിവിടെ പറയും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നേഴ്സ് വന്നിട്ട് BP നോക്കുന്ന സമയത്ത് എൻ്റെ BP നന്നായിട്ട് നോർമലായി. ആ സമയം ആ നേഴ്സിൻ്റെ അടുത്ത് എനിക്ക് മുമ്പ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപാസനത്തെക്കുറിച്ചും ആ ഡെലിവറി വാർഡിൽ ആ ഒരു വേദനയുള്ള സമയത്ത് പോലും എനിക്ക് സംസാരിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ എന്നെ പിറ്റേ ദിവസം DNCക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. DNC ഒക്കെ കഴിഞ്ഞു. ദൈവകൃപയാൽ DNC ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒബ്സർവേഷൻ റൂമിൽ എന്നെ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലെ പോകാം, ജസ്റ്റ് അവരുടെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വേണ്ടി പറഞ്ഞു വിട്ടു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ മിനിമൽ പ്രൊഡക്റ്റ് പോയിട്ടില്ല, അത് യൂട്രസിൽ ഇപ്പോഴും ഉണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നത്. ഒന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടൊരു സങ്കടമുണ്ട്. 7 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു DNC അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് ടെൻഷനുള്ള ആളാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ഔട്ടായി, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഭയങ്കര ടെൻഷനായി. മിനിമൽ പ്രൊഡക്ട്സ് ഇതുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാനൊരു അക്രൈസ്യതയാണ്, എനിക്ക് വചനങ്ങളൊന്നും നന്നായിട്ട് അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഒരു ശക്തമായ വചനം വന്നു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം. ആ വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ശക്തമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞങ്ങൾ DNC കഴിഞ്ഞ് വന്ന സമയമാണത്, സ്കാനിങ് കഴിഞ്ഞ് വന്ന സമയമാണത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ DNC കഴിഞ്ഞതേ ഉള്ളൂ, അപ്പം ഒറ്റയ്ക്ക് ടോയ്ലറ്റ് വിടില്ല. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ടോയ്ലറ്റിൽ പോയി. അവിടെ പോയി ഞാൻ കഥക് കുറ്റിയിട്ട് ഞാനവിടെ മുട്ടിമേ നിന്ന് ബാത്റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനിയൊന്നും സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇത് എന്നിൽ നിന്ന് എടുത്ത് നീക്കണം, എനിക്കിന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്മ മാധവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അമ്മ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് സ്കാൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ എന്നെ വീണ്ടും ഒരു സ്ഥലത്തേക്ക് സ്കാനിങ്ങിന് വേണ്ടി വിട്ടു. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലർത്തി കുടിച്ചു. നമുക്ക് സ്കാനിങ്ങിന് മുമ്പ് വെള്ളം കുടിക്കണം, അതിൽ ഉടമ്പടി ഉപ്പിട്ട് കുടിച്ചു. അതുപോലെ സ്കാനിങ് സെൻറ്ററിലും ഉപ്പിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വീട്ടിൽ പോകണം, ഇതെന്നിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സ്കാന് കഴിഞ്ഞു. റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ മിനിമൽ പ്രോഡക്റ്റ് ഇല്ല, യൂട്രസ് കംപ്ലീറ്റ് ക്ലീൻ ആണ് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. അതെനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ദൈവം എന്നിൽ പ്രവർത്തിച്ചത്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, മോളെ ഡെലിവറി കഴിഞ്ഞ ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം മറന്നുപോയി. അപ്പം അനസ്തേഷ്യ ഡോക്ടർ ചോദിച്ചിരുന്നു നമ്മളോട്, നിങ്ങൾക്ക് എന്താണ് വാദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം ഞാനില്ലയെന്ന് പറഞ്ഞു, മറന്നുപോയിട്ട്. അപ്പോൾ DNC കഴിഞ്ഞ് എന്നെ കിടത്തിയതിന് ശേഷം എൻ്റെ കാലൊക്കെ ഇങ്ങനെ മരവിക്കുവാനും ഞാൻ കാല് മുതൽ മേളിലേക്ക് ഇങ്ങനെ തളർന്നു പോകാനും ഒക്കെ ഇങ്ങനെ എനിക്ക് തുടങ്ങി. എനിക്ക് സത്യമായിട്ട് തീരെ വയ്യാതായി, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കായി. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് നിനക്ക് വാദം ഉണ്ടായിരുന്നല്ലോ, നീ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു മനസ്സിൽ എനിക്കൊരു തോന്നൽ വരുന്നത്. അപ്പോഴേക്കും എനിക്ക് നാക്കൊക്കെ തരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നേഴ്സോട് പറഞ്ഞു എൻ്റെ അമ്മയൊന്ന് വിളിക്കും, എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വെള്ളമല്ല വേണ്ടത്, ഉടമ്പടി തൈലം എങ്ങനെയും ഒന്ന് കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. അമ്മ കൊണ്ടുതന്ന് എൻ്റെ കാലിലൊക്കെ തൂത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ തരിപ്പ് കുറഞ്ഞില്ല. അതിനുശേഷം ഞാൻ വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചു. വീണ്ടും എണ്ണ തൂത്ത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, കാരണം അത്രയും നാക്കൊക്കെ കുഴഞ്ഞ് ഒരു രൂപത്തിലായി. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് കുഞ്ഞൊരു മോളാണുള്ളത്, ഈ സമയത്ത് അവൾക്ക് അമ്മ എത്രത്തോളം പ്രിയമായിട്ടാണ് അവൾക്ക് അറിയാം, എന്നെ നീ കാത്തോളണം,
എൻ്റെ മോൾക്ക് എന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം സുഖമായി. എനിക്ക് എൻ്റെ ആ ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ നോർമലായി. എനിക്ക് നോർമൽ ഇതിലേക്ക് വന്നു. അതുപോലെ തന്നെ ഞാൻ DNC കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുകയല്ല, ശരിക്കും ഇങ്ങനെ കാണുകയാണ് ഒരു പഴയ ഒരു കഥക്. ആ കഥകിൽ മുൾക്കിരീടം ചൂടിയ ഒരു ഈശോയുടെ ഒരു രൂപം, മുൾക്കിരീടം ചൂടി ഇങ്ങനെ ചോര വാർന്ന ഒരു ഈശോയുടെ രൂപം. ആ ഈശോയുടെ ഈ സൈഡിൽ കൂടെ ഒരു കട്ട ബ്ലഡ് കട്ട ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കത് മനസ്സിലായില്ല അതെന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഈശോ എൻ്റെ ഉള്ളിലുള്ള മിനിമൽ പ്രൊഡക്ട്സ് അത് എടുത്തു കളഞ്ഞതാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായത്. അതേപോലെ തന്നെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്നെ ശക്തമാക്കുവാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അമ്മ മാതാവ് തിരിയിൽ അമ്മയുടെ രൂപം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരുപാട് നാളായിട്ട് ശമ്പളം മുടങ്ങിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ 1 മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാസത്തേക്ക് ശമ്പളമില്ല, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ശമ്പളമില്ല. അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു. നമുക്ക് ലോണ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മോളുടെ വിദ്യാഭ്യാസം, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ശമ്പളമില്ലാതെ ഒരാളുടെ വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, കമ്പനിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ശമ്പളത്തിൽ ഒരു തടസ്സവും വന്നിട്ടില്ല. അതുമാത്രമല്ല, ആ കമ്പനി നല്ലൊരു ടേൺ ഓവറിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്. മൂന്നാമത് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു വാഹനം കിട്ടിയതാണ്. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പഴയ വാഹനമുണ്ട്. പക്ഷെ അത് 2 റിന്യൂവലൊക്കെ കഴിഞ്ഞ് ഏകദേശം അത് കൊടുത്താൽ ഒരു 20,000 രൂപ പോലും കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് തൂക്കി കൊടുക്കേണ്ടി വരും അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ നാട്ടിലൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ വണ്ടിക്കാണ് പോകുന്നത്. എന്തെങ്കിലും അത്യാവശ്യം, വീട്ടിലൊന്നും ആരുമില്ല. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ ഈ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ഇവിടെ വന്ന സമയത്ത് ഒരു ചേച്ചി വണ്ടി വേണമെന്ന് ആഗ്രഹിച്ച് അവർ കീ ചെയിൻ മേടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. അപ്പം ഞാനും ഇവിടെ വന്ന് ഈ ഒരു കീ ചെയിൻ ഇവിടെ നിന്ന് വാങ്ങി. കഴിഞ്ഞ നമ്മുടെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ കീ ചെയിൻ മേടിച്ചത്. അപ്പോൾ ഈ കീ ചെയിൻ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ വെച്ചു. അപ്പോൾ എനിക്കും എന്തായാലും ഒരു വണ്ടി തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് ഫേസ്ബുക്കിൽ ഒരു പരസ്യം കാണുന്നത്. ഒരു വണ്ടി, ഒരു 4 ലക്ഷം രൂപയുടെ ഒരു വണ്ടി, പുതിയ വണ്ടി. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചുമ്മാ ഇത് ഷോറൂമിൽ പോയി നോക്കാമോ എന്ന് ചോദിച്ചു. ഈ നോക്കാമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ലോണും കാര്യങ്ങളും കടവും എല്ലാം ഉണ്ട്. 1 രൂപ കയ്യിൽ എടുക്കാനില്ല, വണ്ടി എടുക്കാനുള്ളൊരു നിവൃത്തി നമുക്കില്ല. സ്വർണ്ണം എല്ലാം പണയത്തിലാണ്. അപ്പം ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ പോയി എടുക്കാനാണ് വണ്ടി, കാരണം കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഷോറൂമിൽ പോയിട്ട് വണ്ടിയൊക്കെ നോക്കി വന്നു. വണ്ടിയൊക്കെ നോക്കി വന്നു. വണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ ടാറ്റയുടെ ഒരു ടിയാഗോ വണ്ടിയായിരുന്നു, ഒരു വൈറ്റ് കളർ. അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വന്നു. അതിനുശേഷം ഈ വണ്ടിയുടെ പ്രോസസ്സിങ് നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇതെന്താ മാതാവേ, എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് എന്താ മാതാവേ, ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു. അപ്പോഴാണ് ഹസ്ബൻഡ് അന്ന് വൈകുന്നേരം വന്നിട്ട് എന്നോട് പറഞ്ഞത്, എടി പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എല്ലാ വിലയും കൂടെ താങ്ങത്തില്ല. അപ്പം നീ നമുക്കൊരു പഴയ വണ്ടി നോക്കിയാലോ, ഒരു 3 വർഷം പഴക്കമുള്ള ഒരു വണ്ടി നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നമുക്കങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. തലേദിവസം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ 5:30 പ്രാർത്ഥന കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലിങ്ങനെ വരുവാണ്, നീ ആ മൊബൈൽ എടുത്തിട്ട് OLX എടുത്തിട്ട് അതിൽ ടാറ്റ അടിച്ചിട്ട് അതിൽ ടിയാഗോ എന്നുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി എൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പോയിട്ട് OLX ഓപ്പൺ ചെയ്ത് ഞാൻ നോക്കിയപ്പം 4 ലക്ഷം രൂപയ്ക്ക് ഇതേ ടിയാഗോ വണ്ടി അവിടെ കിടക്കാണ്, റെഡ് കളറ്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ മാതാവ് ആദ്യം ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടി ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്, ഇതാണ് നിങ്ങൾ എടുക്കേണ്ട വണ്ടി എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ, അപ്പോൾ ഞങ്ങൾ 4 ലക്ഷം രൂപ എങ്ങനെയായിട്ടാണ് ഒപ്പിക്കുക? അപ്പോൾ ഞങ്ങൾ നമ്മുടെ പഴയ വണ്ടി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് PF, പിന്നെ ഒരു LIC അതൊക്കെ വെച്ചിട്ട് നമുക്ക് കടവില്ല, കാരണം ഓൾറെഡി കടമുണ്ട്, ഇനി ഒരു കടം വരുത്തി വെക്കാൻ പറ്റത്തില്ല, എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചു. അപ്പോൾ 4 ലക്ഷമൊക്കെ കുറച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു അധിക ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 375-ന് നിങ്ങൾ ആ വണ്ടി എടുത്തു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഒരു വിലയും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ വണ്ടി 47,000 രൂപയ്ക്ക്, അത് 2 റിന്യൂവൽ കഴിഞ്ഞ് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട്, അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു.
അങ്ങനെ നമുക്കനുസരിച്ച് ഒരു കടവോ കാര്യങ്ങളോ ഇല്ലാതെ ഞങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ, അതും ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട് വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടി ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട്, നല്ല പുതിയ വണ്ടി എന്ന് തന്നെ പറയാം. അവരത് ഓടിച്ചിട്ടില്ല. അത് അയാളൊരു പട്ടാളക്കാരനായിരുന്നു, ഈ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല അയാൾ. അപ്പം അങ്ങനെ ഒരു പുതിയ വണ്ടി, ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടി ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ താക്കോല്, ഞാൻ മേടിച്ച കീ ചെയിൻ. ഇത് ഞങ്ങളുടെ വണ്ടി കൊണ്ടുവരാൻ പറ്റിയില്ല, താക്കോൽ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. വണ്ടിയുടെ പേരിനൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, അമ്മ ഞങ്ങൾക്ക് വണ്ടി തന്നാൽ ഞങ്ങൾ കൃപാവരം എന്ന് വണ്ടിക്ക് പേരിടാം എന്ന് ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് കൃപാവരം സിമ്പിൾ സ്പെല്ലിംഗ് ആണ്, പക്ഷെ എന്നാൽ എൻ്റെ മനസ്സിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൃപാവരം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൃപാവരം എന്ന് മലയാളത്തിൽ എഴുതിയപ്പോൾ അത് ഇംഗ്ലീഷിൽ ഗ്രേസ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അമ്മ ആഗ്രഹിക്കുന്ന പേര് ഗ്രേസ് എന്നാണ്. അതായത് നമ്മുടെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ ക്രേസിലാണ് അത് പ്രവർത്തിച്ചത്. കാരണം നമ്മുടെ ഒരു മെറിറ്റിലുമല്ല വണ്ടി കിട്ടിയത്, അത് ഫുൾ ഓപ്ഷൻസ് ആയിട്ട് ആ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ലേ പൈസയുടെ ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് ഞങ്ങളുടെ ഒരു മെറിറ്റിലുമല്ല അത് കിട്ടിയത്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ഞങ്ങൾ അമ്മയുടെ ഇഷ്ടപ്രകാരം ഗ്രേസ് എന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം, ഞങ്ങളുടെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്, പക്ഷേ ഞങ്ങൾ ഹസ്ബൻഡ് വർക്കിംഗ് ആയതുകൊണ്ട് 8-9 വർഷമായിട്ട് കാസർഗോഡാണ്. അവിടുന്ന് കണ്ണൂർ, പയ്യന്നൂർ, വേറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പത്രം 3 പേര് ഒരുമിച്ച് ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനം, അതുപോലെ തന്നെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ്, പിന്നെ നമ്മുടെ സാക്ഷ്യം, എല്ലാം ബൈബിൾ വായന, എല്ലാം ഇതുവരെ ഉടമ്പടി എടുത്ത് ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. അത് എന്ത് സാഹചര്യങ്ങളാണെങ്കിൽ പോലും, ഈ ട്രാവലിങ്ങിലാണെങ്കിൽ പോലും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് പ്രാർത്ഥിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4-5 പേരെ കൊണ്ട് എനിക്ക് ഉടമ്പടി എടുപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക്, എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ദൈവത്തെക്കുറിച്ച് പറയും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ഷിനി ലിജു എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിലൂടെ ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മകൾക്കും സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ സങ്കട നിമിഷങ്ങളിൽ, ജീവിതം ചലഞ്ച് ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ ധൈര്യമുണ്ടെങ്കിൽ ആ വിശ്വാസ പ്രഖ്യാപനം നമ്മളെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. മകൾ മറ്റൊന്ന് സൂചിപ്പിച്ചു, അത് മകളെ പ്രസവിക്കുന്ന കാലത്ത് വാതസംബന്ധമായ രോഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അറിയാതെ ഇല്ല എന്ന് പറയുകയും പിന്നീട് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മകൾക്ക് തീവ്രമായ വേദനയായി മാറുമ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൽ ആ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഉടമ്പടി തൈലം പൂശി മറ്റൊരു മരുന്നുമില്ലാതെ സൗഖ്യപ്പെടുന്നതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന് മകൾ സൂചിപ്പിച്ചത് ഒരു വാഹനം സ്വന്തമാക്കിയ സാക്ഷ്യമാണ്. അതും കയ്യിൽ പണമൊന്നുമില്ല, വണ്ടിയെടുക്കുവാൻ സാഹചര്യമൊന്നുമില്ല, എങ്കിലും അമ്മ മാതാവ് സന്ദേശം തിയാഗോ എന്ന് കൊടുക്കുന്നത് കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ആദ്യം പോയി വാഹനം കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരികെ പോരുന്നു. പിന്നീട് അമ്മ മാതാവ് തന്നെ മറ്റൊരു സന്ദേശം OLXൽ നോക്കുവാനായി കൊടുത്തുകൊണ്ട് അത് കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി പ്രകാരം ഒരു സന്ദേശം നൽകുന്നത് അതൊരു തോന്നലല്ല, അതൊരു നിയോഗത്തിൻ്റെ സഫലീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി പ്രകാരം നമുക്കൊരു സന്ദേശം ലഭിക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ, അത് അനുഗ്രഹമാകുമെന്ന് ദൈവശരണത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്കത് അനുഭവമായി തീരും. തോന്നലായും ചിന്തയായും അത് വെറുതെ തോന്നിയതായും ഒക്കെ നമ്മൾ കരുതിയാൽ ആ സന്ദേശങ്ങൾ ഫലരഹിതമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടിയിലാണോ, ഉടമ്പടിയിൽ അമ്മ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ, ഉടമ്പടി പ്രകാരം അമ്മ മാതാവ് തന്നെ ഓരോരോ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് അത് അനുഗ്രഹമാകുവാൻ, അത് ദൈവകൃപയാകുവാൻ, ജീവിതത്തിന് വളർച്ചയാകുവാൻ
നമുക്കത് മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയിൽ ആഗ്രഹത്തോടെ പറയണം, ഓരോ നിമിഷവും ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ തയ്യാറാണോ? അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ സന്നദ്ധമാണോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിരന്തരം പ്രാപിക്കുന്നത്, ജീവിതത്തിൽ വരുന്ന കഷ്ടതകളിൽ പോലും ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാൻ സാധിക്കുന്നത് നമുക്ക് അറിയുവാനാവും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവിക സംരക്ഷണങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്